श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। अगजानन पद्मार्कं गजाननमहर्निशम्, अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां भिषजे भवरोगिणां, निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम्, आधारं सर्वविद्यानां हयग्रीवमुपास्महे। ॐ श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसंभावितललाटकं, हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ஓம் வெற்றிவேல் முருகனுக்கு ஹரோஹரா। பூதநாத சதானந்த சர்வபூத தயாபரா, ரக்ஷ ரக்ஷ மகாபாஹோ சாஸ்திரே துப்யம் நமோ நமः। சுவாமியே சரணமையப்பா। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायङ्काले वनान्दे कुसुमितसमये, सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गम्, सुरवरगणिकामोहनाभङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः, वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसत्कुण्डलं, मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। मोक्षाब्धिसारमय भागवताख्य दद्नो, नारायणीय नवनीतमहो गृहीत्वा
മായാമയൗകപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഞായറാഴ്ച ആശംസകൾ. ഇന്ന് ഏകാദശിയുമാണ്, ഭഗവാന് പ്രിയപ്പെട്ട ദിവസം അല്ലേ. ഇവിടെ പറഞ്ഞു ഏകാദശി എന്ന്. സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥാ ഏകാദശി നാമവർണ്ണാഃ ഏതാനി അഷ്ടാപി അയത്നാനി ഐ കലിസമയേ. ഭഗവാന്റെ പ്രസാദത്തിന് യാതൊരു പ്രയാസവും കൂടാതെ കലിസമയത്ത് ആചരിക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 8 കാര്യങ്ങൾ. ആ 8-ൽ-1 ഏകാദശി വ്രതങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഏകാദശി വ്രതം കൂടിയാണെന്ന്. എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാദശ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കാനുള്ള ദിവസങ്ങളാണ് ഏകാദശി. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്ന 6ാമത്തെ ഇന്ദ്രിയം അല്ലെങ്കിൽ 11ാമത്തെ ഇന്ദ്രിയം. ഈ 11 ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കലാണ് ഏകാദശിയിൽ മുഖ്യമായിട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എപ്പോഴും, ഒരു ദിവസമല്ല, ഏകാദശിക്ക് മാത്രമല്ല, എന്നും ഭഗവാനിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ ഗുരുനാഥൻ്റെ സമാധിയുടെ ആ തിഥി ആണ്. 2015 സെപ്റ്റംബർ 23 സമാധിയായ ഗുരുനാഥൻ്റെ ആ സമാധിയായ സമയത്തെ തിഥി ഏകാദശിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിശേഷമായിട്ട് നമ്മൾ സ്മരിച്ച് നമസ്കരിക്കുന്നു. എല്ലാവർക്കും ആ ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഓം. ഇപ്പം നമുക്ക് 9ാമത്തെ ദശകമാണ് നമ്മൾ നാരായണീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങാനിരിക്കുമ്പോൾ ഒരാൾ കാണാൻ വന്നു. അതാണ് 5 മിനിറ്റ് ലേറ്റായത്. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും.
ഒക്കെ നമ്മൾ ക്ഷമിക്കേണ്ടതാണ്. മനുഷ്യരായിട്ടുള്ള ആളുകൾ നമ്മളെ അത്യാവശ്യക്കാർ കാണാൻ വരുമ്പോൾ അവരെ പരിഗണിക്കണം നമ്മൾ. പിന്നെ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് പേടിക്കാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. 5 മിനിറ്റ് കാത്തിരിക്കുക. ഒമ്പതാം ദശകം പാരായണം ചെയ്യാം. മകൻ്റെ പിറന്നാളിന് ആശംസകൾ. മകന് ദീർഘായുസ്സുണ്ടാവട്ടെ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം സ്ഥിതഃ സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതഃ സ്വിദിതമംബുദൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതഃ സ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത് അമുഷ്യ ഹി സരോരുഹ കിമഭി കാരണം സംഭവേദ് ഇതി സ്മ കൃതനിശ്ചയഃ സകലു നാളരന്ധ്രാദ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗജൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രതീഃ സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സകലു പത്മിനീ സംഭവഃ അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ട പരിതുഷ്ടധീർഭുജഗഭോഗഭോഗാശ്രയം കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽകൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വദിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണബം ഹിമാ പാഹി മാം ലഭസ്വ ഭുവനത്രയീരചന ദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുൽക്കടേ ത്യുദീരഗിരമാദദാ മുദിത ചേതസം വേദസം ശതം കൃതതപാസ്തതഃ സകലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീപീതവാൻ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃത്തെ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാബരോ ഗുരുമരുൾ പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ തദാവിധ കൃപാബരോ ഗുരുമരുൾ പുരാധീശ്വര
ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈർഈക്ഷിതൈഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഭഗവാന്റെ നാഭീകമലത്തിലുണ്ടായ പത്മഭൂവായ ബ്രഹ്മദേവൻ തൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിച്ച് കാണാൻ കഴിയാതെ വീണ്ടും ആ താമരയിൽ തന്നെ വന്നിരുന്ന് ഭഗവാനെ ധ്യാനിച്ചു എന്നും ആ ഭഗവാൻ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തു, മനസ്സിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. ത്വദീയ മതിമോഹനം ആയിട്ടുള്ള ആ രൂപം എങ്ങനെയുള്ളതായിട്ട് കാണിച്ചു കൊടുത്തു. വ്യചഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗ ഭാഗാശ്രയം. ആ ആദിശേഷന്റെ മെത്തയിലിരിക്കുന്നതായിട്ടുള്ള ആ രൂപത്തെ അന്തർദൃശ എന്ന് പറഞ്ഞു. അദൃഷ്ടചരം അത്ഭുതം തവഹി രൂപം അന്തർദൃശ വ്യചഷ്ട. അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു. ഉള്ളിലാണ് കണ്ടത്, പുറത്തല്ല. ഉള്ളിലാണ് കാണേണ്ടതും ഭഗവാനെ, അല്ലേ? പുറത്ത് കാണാൻ സാധ്യമല്ല. പുറത്ത് കാണുന്നതൊക്കെ രൂപങ്ങളാണ്, നാമരൂപങ്ങളാണ്. അതെല്ലാം പരിമിതമായിട്ടുള്ളതാണ്. ആ പരിമിതമായ രൂപങ്ങളൊക്കെ കാണുമ്പോഴും ആ രൂപങ്ങളുടെയൊക്കെ പൊരുളായിരിക്കുന്ന വസ്തുവിനെ നമ്മൾ അകക്കണ്ണ് കൊണ്ടാണ് കാണേണ്ടത്. അന്തർദൃശ. ഭഗവാന്റെ ഏത് രൂപം കണ്ടാലും നമ്മൾ കണ്ണടച്ച ഉള്ളിൽ കാണും. എന്ത് കാണും? ഭഗവാന്റെ തത്വം കാണും. ഈ കാണുന്ന രൂപമല്ല ഭഗവാൻ, ഇത് മാത്രമല്ല ഭഗവാൻ. ഭഗവാന്റെ വലിപ്പം നമുക്ക് കാണാൻ, നമുക്കറിയാൻ സാധ്യമല്ല എന്ന് ഉള്ളിൽ കാണും എന്നർത്ഥം. ആ ഒരു കാഴ്ചയാണ് കാഴ്ച. ഇപ്പോൾ ഭഗവാന്റെ ആ രൂപം ഉള്ളിൽ കണ്ടതിനെ ഒന്ന് വർണ്ണിച്ചു. കിരീട മകുടോല്ലസത് കടകഹാര കേയൂരയും മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽ കൗസ്തുഭം. ഇങ്ങനെ ഭഗവാന്റെ ആ വൈഷ്ണവ ലക്ഷണങ്ങളോട് കൂടിയതായിട്ടുള്ള രൂപത്തെ അദ്ദേഹം കണ്ടു. അതിനെ ഞാനും ധ്യാനിക്കുന്നു ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂരും പറഞ്ഞു. തദൈ ഭാവയേ വപുസ്തദൈ ഭാവയേ കമലജന്മനെ ദർശിതം. ആ കമലജന്മാവിന് കാണിച്ചു കൊടുത്ത ആ രൂപം ഞാനും ഹൃദയത്തിൽ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു. ആ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ച് ഭഗവാനോട് തൻ്റെ ആഗ്രഹത്തെ പ്രകടിപ്പിച്ചു. ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ. അല്ലയോ വേദാന്തങ്ങളെ കൊണ്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന വൈഭവത്തോടുകൂടിയവനെ, ശ്രീപതിയായിരിക്കുന്ന ഭഗവാനെ, ഹരേ പ്രഭോ ത്വം ജയ ജയ. അങ്ങ് ജയിച്ചാലും എൻ്റെ ഭാഗ്യം കൊണ്ട് ദിഷ്ട്യാ ദൃശഃ പദമുപൈഷി. ഭാഗ്യം കൊണ്ടാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിലേക്ക് അങ്ങ് വന്നത്, എനിക്ക് പ്രത്യക്ഷനായത്, എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ബുദ്ധിയെ മേ ദിയം ആശു കുരുഷ്വ. എൻ്റെ ബുദ്ധിയെ ചെയ്യൂ ഭുവന നിർമ്മിതൗ കർമ്മടാം. ഈ ഭുവന നിർമ്മിതിക്കായിക്കൊണ്ട് വേണ്ട പ്രാപ്തിയുള്ളതായിട്ടുള്ള സാമർഥ്യമുള്ളതായിട്ട് എൻ്റെ ബുദ്ധിയെ ചെയ്താലും. കുരുഷ്വദിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മടാം ഇതി ദ്രുഹിണവം വർണ്ണിത സ്വഗുണവം ഹിമാ പാഹിമാം. ഇങ്ങനെ ബ്രഹ്മദേവനാൽ വർണ്ണിക്കപ്പെട്ട സ്വമഹിമാ അതിശയത്തോടു കൂടിയതായിട്ടുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് മേൽപ്പത്തൂരും പ്രാർത്ഥിച്ചു. ഭഗവാൻ ആ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച വാക്കുകൾ പറഞ്ഞു 8ാമത്തെ ശ്ലോകത്തില്. ലഭസ്വഭുവനത്രയീരചന ദക്ഷതാം അക്ഷതാം. അങ്ങേക്ക് അക്ഷതാം, ഒരിക്കലും ക്ഷയമില്ലാത്തതായിട്ടുള്ള ഭുവനത്രയീ രചന ദക്ഷതാം ലഭസ്വ. 3 ലോകങ്ങളെയും രചിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യം അങ്ങേക്കുണ്ടാവട്ടെ. ഗൃഹാണമതനുഗ്രഹം
കുരു തപശ്ച ഭൂയോ വിധേ. അല്ലയോ വിധേ, ബ്രഹ്മദേവ, അങ്ങ് വീണ്ടും തപസ് ചെയ്യൂ. അങ്ങേക്ക് എൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങ് സ്വീകരിച്ചോളൂ. ഭവത്വകില സാധനീ മയി ച ഭക്തിരത്യുൽക്കട. അങ്ങേക്ക് അത്യുൽക്കടയായ ഭക്തി എന്നിലുണ്ടാകട്ടെ. അങ്ങനെ ഭക്തി ഉണ്ടായാലോ അങ്ങയുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുവാനുള്ള സാമർഥ്യമുള്ളതാണ് ആ ഭക്തി. ആ ഭക്തി ഒന്നു മതി സർവകാര്യങ്ങളും സാധിച്ചു തരാനായിക്കൊണ്ട്. എങ്ങനെ ഇതി ഉദീര്യ ഗിരമാദാ മുദിത ചേതസം വേദസം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വേദാവിനെ മുദിത ചേതസനാക്കി ചെയ്തില്ലേ ഗുരുവായൂരപ്പ അങ്ങ്? അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിയില്ലേ? അദ്ദേഹം ആഗ്രഹിച്ചതൊക്കെ അതിലും കൂടുതലായിട്ട് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചില്ലേ എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവനെ ഭഗവാൻ അനുഗ്രഹിച്ചു. തപസ് ഇനിയും കുറച്ചുകൂടി ചെയ്യൂ എന്നും കൂടെ ഒരു ആജ്ഞ കൊടുത്തു. അതനുസരിച്ച് ബ്രഹ്മദേവൻ വീണ്ടും ഭഗവാനെ തപസ്സനുഷ്ഠിച്ച് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച് ഭഗവാന്റെ തന്നെ ശക്തിയെ ആവഹിച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടി പ്രക്രിയയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ് അടുത്ത ദശകത്തിൽ പറയുക. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് 2 ശ്ലോകങ്ങൾ കൂടി ഈ ദശകത്തിലുണ്ട്. 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ബ്രഹ്മദേവൻ ചെയ്ത തപസ്സും ഭഗവാന്റെ അനുഗ്രഹവും നോക്കാം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീ പീതവാൻ. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീ പീതവാൻ. അപ്പൊ അനന്തരം ബ്രഹ്മദേവൻ എന്തു ചെയ്തു? ശതം കൃതതപാഹ തതഃ. തതഃ എന്ന് പറയുമ്പോൾ അനന്തരം ശതം കൃതതപാഹ. എന്ത് ശതം? സകലു ദിവ്യ സംവത്സരാൻ എന്ന് പറഞ്ഞു. ശതം ദിവ്യ സംവത്സരാൻ എന്ന് ചേർത്തെടുക്കണം. 100 ദിവ്യ സംവത്സരങ്ങളെ ആ ബ്രഹ്മദേവൻ ബ്രഹ്മദേവ ശതം ദിവ്യ സംവത്സരാൻ കൃതതപാഹ. കൃതതപാഹ ചെയ്ത തപസ്സോടുകൂടിയവനായി അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു എന്നർത്ഥം. അപ്പോൾ പിന്നെയും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് 100 ദിവ്യ സംവത്സരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. എന്നിട്ടോ പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ. ദിവ്യ സംവത്സരാന് എന്നുള്ളതിൻ്റെ എൻ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവാപ്യ. അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം. അപ്പൊ അവാപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്. എന്തിനെ പ്രാപിച്ചു? തപോബലം മതിബലം ച അവാപ്യ. തപോബലത്തെയും മതിബലത്തെയും പ്രാപിച്ചിട്ട്. അപ്പോൾ തപസ്സുകൊണ്ട് ആർജിക്കേണ്ടതായിട്ടുള്ള എല്ലാ പരിശുദ്ധിയെയും ആർജിച്ചു, പവിത്രതയെ ആർജിച്ചു, ശക്തിയെ ആർജിച്ചു, അതുപോലെ തന്നെ മതിബലം ബുദ്ധിശക്തിയെയും ആർജിച്ചു. അപ്പോൾ വേണ്ടതായിട്ടുള്ള എല്ലാ ശക്തിയും ആർജിച്ചതിന് ശേഷം, ഭഗവാനെ തപസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മതിബലവും തപോബലവും പ്രാപിച്ച് വേണ്ടത്ര ശക്തിയെ നേടിയതിനു ശേഷം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന. ആ താൻ ഇരിക്കുന്നതായിട്ടുള്ള പങ്കജം പയസി വായുന കമ്പിതം ഉദീക്ഷ്യ. ആ ജലാശയത്തിൽ ഒറ്റയ്ക്ക് നിന്നിരുന്നതായിട്ടുള്ള ആ താമര പതുക്കെ ചലിക്കുന്നതായിട്ട് കാറ്റത്ത്, അതാണ് വായുനാ കമ്പിതം, വായു കൊണ്ട് കമ്പനം ചെയ്യപ്പെടുന്നതായിട്ട് ഉദീക്ഷ്യ, ഇളകുന്നതായിട്ട് കണ്ടിട്ട് ഭവദ്ബല വിജൃംഭിത, അങ്ങയുടെ തപസ്സുകൊണ്ട് അങ്ങയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ബലം, അതാണ് ഭവദ്ബലം, ആ അങ്ങയുടെ ശക്തി കിട്ടിയിട്ട് പ്രഭാവമുള്ളവനായിട്ട് വിജൃംഭിതനായിട്ട് പവനപാദസി പീതവാൻ. പവനപാദസി എന്ന് പറയുമ്പോൾ
പവനശ്ച പാദശ്ച, അത് രണ്ടും കൂടി ദ്വിവചനമായി പവനനും പാദസ്സിനെയും, പവനൻ വായുവാണ്, പാദസ് ജലമാണ്. അപ്പോൾ വായുവിനെയും, ഈ കാറ്റടിച്ചിട്ടാണല്ലോ ജലം ഇളകിയത്, ഈ താമര ഇളകിയത്. അപ്പോൾ ആ കാറ്റിനെയും അതുപോലെ ജലത്തെയും പീതവാൻ എന്ന് പറഞ്ഞു, കുടിച്ചു എന്നാണ് പറയണത്. അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് താല്പര്യം. അപ്പോൾ ബ്രഹ്മദേവൻ വീണ്ടും 100 ദിവ്യ സംവത്സരം ഈ താമരയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ തപസ്സനുഷ്ഠിച്ചു. ഭഗവാനിൽ നിന്ന് തപോബലവും മതിബലവും വീണ്ടും വർദ്ധിപ്പിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഇരിക്കെ കാറ്റടിച്ച് പതുക്കെ താമര ഇളകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റ് എന്ന് പറയുന്നത് മായ തന്നെയാണ്. കാറ്റ് കാലം തന്നെയാണ്. കാറ്റ് മായയുടെ ആദ്യത്തെ ചലനമാണ് കാലം. മായ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാലം ദേശം എന്നുള്ള ബോധം ഉണ്ടാകും. അപ്പം കാലദേശങ്ങളിലാണ് എല്ലാ സൃഷ്ടിയും. കാലമില്ലാതെ സൃഷ്ടിയില്ല, ദേശമില്ലാതെ സൃഷ്ടിയില്ല, അല്ലേ? ഏത് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിലും എപ്പോ, എവിടെ, ഈ 2 ചോദ്യമുണ്ട്. ഏത് സംഭവം നമ്മൾ ചിന്തിക്കണമെങ്കിലും വെയർ ആൻഡ് വെൻ, ഈ ചോദ്യമില്ലാതെ ഒരു പരിപാടിയുമില്ല. ഏതൊരു കഥ പറയുകയാണെങ്കിലും, കൊച്ചു കുട്ടികളോട് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറയുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാ പറയുക? പണ്ട് 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 ഒരിടത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഒരു ടൈമിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റും ഒരു സ്പേസിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റും. അതാണ് ഒരിടത്ത് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരിടത്ത് പണ്ട് 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 മുത്തശ്ശിമാർ കുട്ടികൾക്ക് നമ്മൾക്കൊക്കെ ധാരാളം കഥ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കും. ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാ മുത്തശ്ശിയെ, എവിടെയാ മുത്തശ്ശിയെ എന്ന്. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശിമാർ ഉടനെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് ഒരു ആപ്പ് വെച്ചു. നമ്മുടെ ബുദ്ധിയുടെ ഈ 2 ചോദ്യങ്ങളെയും അവിടെ അടച്ചു. ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. അത് പണ്ട് 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 എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഏത് കൊല്ലവർഷം, ഏത് നൂറ്റാണ്ടിൽ, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അനാദിയായിട്ടുള്ള ഏതോ കാലത്ത്, പ്രാചീനമായിട്ടുള്ള കാലത്ത്, ആ കാലത്തേക്കൊന്നും നമുക്ക് കണ്ണും കാതും ഒന്നും എത്തില്ല എന്ന് പറയാൻ വേണ്ടി പണ്ട് 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 എന്ന് പറഞ്ഞു. എവിടെയെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരിടത്ത് എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മൾ മിണ്ടാതായി. പിന്നെ ഇനി ബാക്കി കഥയെ നമുക്ക് കേൾക്കണ്ടു. അപ്പോൾ ഈ ടൈമും സ്പേസും പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. പറഞ്ഞാൽ അതിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആശ്വാസമാണ്. ഇതാണ് നമ്മുടെ ബുദ്ധിയുടെ ഏത് ചിന്തയും. അപ്പോൾ ആദ്യം വേണ്ടത് ടൈമിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ്. ടൈമും സ്പേസുമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഊടും പാവും, കാലവും ദേശവും. ഈ കാലവും ദേശത്തിനെയും ഈ സൃഷ്ടിയിൽ നിന്ന് ഊരിക്കളഞ്ഞാൽ ഈ സൃഷ്ടിയാകുന്ന ഈ പടം എന്നാൽ ഈ വർണ്ണശീല, ഈ തുണി, ഈ ചിത്രത്തിലെ നൂലും എന്താ പറയുക, ഊടും പാവുമായിരിക്കുന്ന 2 നൂലും അഴിച്ചു കളഞ്ഞാൽ പിന്നെ ഇത് ശൂന്യം, അല്ലേ? ഒരു നല്ല വർണ്ണ പുതപ്പെന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സാരി എന്ന് വിചാരിക്കുക, വെൽ ഡിസൈൻഡ്. അതിൻ്റെ ഊടും പാവുമായിട്ടുള്ള നൂലിനെ അഴിച്ചു കളഞ്ഞാൽ പിന്നെ അതിൽ ചിത്രങ്ങൾ നിലനിൽക്കുമോ? ഇല്ല. അപ്പം അതുപോലെയാണ് ഈ പ്രപഞ്ച നിർമ്മിതിയിൽ സ്പേസും ടൈമും വഹിക്കുന്ന പങ്ക്. അപ്പോൾ അതിൻ്റെ പ്രതീകം തന്നെയാണ് ഇവിടെ പവനപാദസി എന്നൊക്കെ പറഞ്ഞത്. വായുവും ജലവും, ആ ജലം സ്പേസും വായു കാലവുമാണ്. കാലമാകുന്ന കാറ്റടിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകുന്നത്, ഇവിടെ ഇളക്കമുണ്ടാകുന്നത്. രാത്രി ഉറക്കത്തിൽ നമുക്ക് കാലമാകുന്ന കാറ്റില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ തലേദിവസം രാത്രി കിടക്കുമ്പോൾ നമ്മൾ രാവിലെ ഇത്ര മണിക്ക് എണീക്കണമെന്ന് ഒരു ചിന്ത വെച്ച് കിടന്നാൽ ആ സമയമാകുമ്പോൾ കാറ്റടിക്കും, അല്ലേ? രാത്രി 10 മണിക്ക് കിടക്കുമ്പോൾ നമ്മൾ ഉള്ളിലൊരു സങ്കല്പം കൊടുത്തു, സ്വയം സങ്കല്പിച്ചു നാളെ 5 മണിക്ക് എണീക്കണം, എന്നിട്ട് ഇന്ന പണികളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനത്തോടുകൂടി നമ്മൾ നിശ്ചയിച്ച് രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞ് കിടന്നാൽ നമ്മുടെ ഉള്ളിൽ ആ 4:30 മണിയാകുമ്പോൾ കാറ്റടിക്കാൻ തുടങ്ങും. 5 മണിയാകുമ്പോൾ കൊടുങ്കാറ്റായിട്ട് മാറും അത്.
അല്ലേ? 4:30 പതുക്കെ കാറ്റടിച്ചു തുടങ്ങി, 5 മണിയാകുമ്പോഴേക്കും എണീക്കുക 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 എന്ന് പറയുന്ന ഒരു കാറ്റ് തുടങ്ങും. ഇപ്പം കാലം തന്നെയാണ് ഇവിടുത്തെ കാറ്റ്. ദേശം അതിൻ്റെ പ്രതീകമാണ് ഇവിടുത്തെ താമര. ഇനി മെറ്റീരിയൽസിൻ്റെ ജലം, കാരണജലമാണത്. അപ്പോൾ അവ്യക്തം തന്നെയാണ് ഈ കാരണജലം. എല്ലാ മെറ്റീരിയൽസും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ പ്രതീകമാണ് ആ ജലം. അപ്പോൾ ഇതിനെ രണ്ടിനെയും മൂപ്പര് കുടിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പര് തൻ്റെ ഉള്ളിലേക്കാക്കി ഇനിയാണ് തൻ്റെ കൽപ്പനകൾ കൊണ്ട് ഈ സൃഷ്ടി ആരംഭിക്കുന്നത്. ഈ കാലദേശങ്ങളും ഈ വസ്തുക്കളെയും ഈ മെറ്റീരിയൽസിനെയും ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ റോ മെറ്റീരിയൽസിനെ കൊണ്ടാണ് ഇനി സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ആ റോ മെറ്റീരിയൽസിൻ്റെ പ്രതീകമാണ് ഈ വെള്ളം, ഈ കാരണജലം. ഈ കാരണജലത്തിൽ എല്ലാം ലയിച്ചു ചേർന്നിരിക്കുകയല്ലേ, എല്ലാം ബീജാവസ്ഥയിലല്ലേ. ആ ബീജാവസ്ഥയിലുള്ളതിനെയൊക്കെ ഇനി പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്നർത്ഥം. അപ്പോൾ വെള്ളത്തെയും കാറ്റിനെയും മൂപ്പര് കുടിച്ചു എന്ന് ഒരു കവി ഭാഷയാണത്. ആ കവി ഭാഷയിൽ നിന്ന് നമ്മളതിൻ്റെ തത്വം ഉൾക്കൊള്ളണം. അപ്പോൾ കാലമായി, സൃഷ്ടി ആരംഭിക്കുവാനുള്ള സമയമായി, അതിനുള്ള മെറ്റീരിയൽസൊക്കെ എടുത്ത ആൾ സജ്ജനായി എന്നർത്ഥം. പുറപ്പെടുക, ഈ സൃഷ്ടിക്കായിക്കൊണ്ട് തയ്യാറായി എന്ന്. അതിനുള്ള ശക്തി ഭഗവാനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. ഭഗവാൻ അദ്ദേഹത്തെ ഉണർത്തി. 100 വർഷത്തെ തപസ് കഴിഞ്ഞ് അദ്ദേഹത്തെ പൂർവാധികം ശക്തനായിട്ട് ഉണർത്തി എന്ന് പറയാം. ശതം കൃതതപാസ്തത സഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീപീതവാൻ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃത്തെ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാപരോ ഗുരുമരുൾ പുരാദീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃത്തെ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാപരോ ഗുരുമരുൾ പുരാദീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ പറയുന്നു, അങ്ങനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ തന്നെ കൃപാപരം കൊണ്ട്, തവൈവ കൃപയാ പുനഃ പിന്നീട് സഹ ബ്രഹ്മ, ആ ബ്രഹ്മദേവൻ തവ കൃപയായേവ, തവൈവ കൃപയാ എന്ന് പറഞ്ഞാൽ തവ കൃപയായേവ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ, തേന സരസിജേനയേവ ഭുവനത്രയീം പ്രകൽപ്യ, തേന സരസിജേനയേവ, ആ താമര കൊണ്ട് തന്നെ ഭുവനത്രയീം പ്രകൽപ്യ, 3 ലോകങ്ങളെയും കൽപ്പിച്ചിട്ട്. അപ്പോൾ ആ താമര തന്നെയാണ് 3 ലോകങ്ങളും. ആ താമരയിൽ നിന്ന് തന്നെ 3 ലോകങ്ങളെയും കൽപ്പിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ആ താമര എന്താണ്? ഈ ഭൂലോകത്തിലെ നാനാത്വത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ മുഴുവൻ പ്രതീകമാണത്. ആ താമരയിൽ എങ്ങനെയാണോ വലിയ ഇതളുകളും ചെറിയ ഇതളുകളും വർണ്ണവ്യത്യാസങ്ങളുള്ള ഇതളുകളും ഉള്ളിൽ മഞ്ഞ നിറത്തിലുള്ളതായിട്ടുള്ള കേസരങ്ങളും ഉള്ളിൽ പൂമ്പൊടിയും പുറത്ത് തണ്ടും വലിയ പച്ച ഇലയും ഒക്കെ ഉള്ളത്, പല വർണ്ണങ്ങളിലുള്ളതാണ് താമര. അപ്പോൾ ആ താമരയിലെ ചെറുതും വലുതുമായിട്ടുള്ള കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ആ ദളങ്ങളൊക്കെ, ഈ താമരയ്ക്ക് സഹസ്രദളം, ശതപത്രം എന്നൊക്കെ പേരുണ്ട് അല്ലേ? സഹസ്രദളം എന്ന് പറഞ്ഞാൽ 1000 ഇതളുള്ളത്, ശതപത്രം എന്നാൽ 100 ഇതളുള്ളത്. അപ്പം ഇതൊക്കെ വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ഈ താമര. അപ്പോൾ ഈ താമര കൊണ്ട് തന്നെ 3 ലോകങ്ങളെയും കൽപ്പിച്ച് പ്രജാനിർമ്മിതൗ പ്രവവൃതേ, പ്രജാനിർമ്മിതിയിൽ പ്രവൃത്തനായി അദ്ദേഹം, പ്രജാസൃഷ്ടിക്ക് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ താമര കൊണ്ട് തന്നെയാണ് ലോകങ്ങളെ നിർമ്മിച്ചത്. എന്നിട്ട് പ്രജാനിർമ്മിതിയിൽ പ്രവർത്തിച്ചു.
അങ്ങനെയുള്ള ഗുരുമരുൾ പുരാധീശ്വര, ഗുരുവായൂരപ്പ, ഗുരുവായൂരേശ്വര, ത്വം തഥാവിധ കൃപാപരഃ, അങ്ങനെയൊക്കെയുള്ള കാരുണ്യ ഭാരത്തോടു കൂടിയവനാണ്, വർദ്ധിച്ച കാരുണ്യമുള്ളവനാണ്. കൃപാഭരം, കൃപയുടെ ഭരം, ഭരമെന്നാൽ ഭാരം തന്നെയാണ്. അപ്പോൾ വർദ്ധിച്ച കൃപയോടുകൂടിയതായിട്ടുള്ള അങ്ങ് എന്നെയും ആശുമാം പരിപാഹി, എന്നെയും പരിപാലിച്ചാലും. എങ്ങനെ? അങ്ങയുടെ ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി, ഗുരുവായ ദയ കൊണ്ട് ഉക്ഷിതമായത് എന്ന് പറഞ്ഞാൽ ദയയിൽ കുതിർന്നത്. ഉക്ഷിതം എന്ന് പറഞ്ഞാൽ വിതച്ചത് എന്നാണ്. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഉള്ളിലേക്ക് ഇടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ദയയിൽ മുക്കിയത്, ദയയിൽ മുഴുകിയത്, ദയയിൽ കുതിർന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ദയാർദ്രമായ ദൃഷ്ടി കൊണ്ട്, ഈക്ഷിതൈഹി, അങ്ങയുടെ കടാക്ഷം കൊണ്ട്, ആശുമാം പരിപാഹി, എന്നെയും പരിപാലിച്ചാലും. അപ്പോൾ ആ ബ്രഹ്മദേവനെ പരിപാലിച്ച അങ്ങ് എന്നെയും പരിപാലിച്ചാലും. ബ്രഹ്മദേവന് സൃഷ്ടിക്കുവാനുള്ളതായിട്ടുള്ള ശക്തിയും സൃഷ്ടിക്കുവാനുള്ള മെറ്റീരിയൽസും എല്ലാ സാഹചര്യങ്ങളും അങ്ങ് ഒരുക്കി കൊടുത്തില്ലേ? അതുപോലെ ആ ബ്രഹ്മദേവന്റെ തന്നെ അംശമായിരിക്കുന്ന എനിക്കും, ഈ ചെറിയ ജീവനും, എൻ്റെ ഈ രോഗം മാറ്റിത്തന്ന് അങ്ങയെ ഭജിക്കുവാനുള്ളതായിട്ടുള്ള ആരോഗ്യം തന്ന് എന്നെയും സ്വസ്ഥനാക്കിയാലും, എന്നെയും സന്തോഷിപ്പിച്ചാലും, എൻ്റെ നേർക്ക് കാരുണ്യം ചെയ്താലും എന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തദാവിധ കൃപാബരോ ഗുരുമരുൾ പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. ഇപ്പൊ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച അങ്ങ് എന്നെയും കടാക്ഷിച്ചാലും, അങ്ങയുടെ കാരുണ്യപൂർണമായ ആ കടാക്ഷം എൻ്റെ നേർക്കും പതിപ്പിച്ച് എൻ്റെ ദുഃഖങ്ങളെ തീർത്ത് എന്നെ സ്വസ്ഥനാക്കിയാലും. ഇങ്ങനെ 9-ാം ദശകം പൂർണ്ണം. 10-ാം ദശകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 10-ാം ദശകം ബ്രഹ്മദേവന്റെ സൃഷ്ടി ഭേദങ്ങൾ. ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് ശക്തി കിട്ടി നാനാത്വത്തെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുകയാണ്. നാനാത്വ സൃഷ്ടി. ഓം. 10-ാം ദശകം ആദ്യം ഒന്നിച്ച് വായിക്കാം, എന്നിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. വൈകുണ്ഠ വർദ്ധിത ബലോദബവൽ പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തദാതിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയ ചരണം സ്മരണം വിശുദ്ധ്യൈ താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വൽപാദഭക്തിരസികാ ജഗൃഹുർനവാണീം താവൽ പ്രകോപമുദിതം പ്രതിരുന്ദദോസ്യ ഭ്രൂമദ്യതോ ജനിമൃഡോ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച വിരിഞ്ജേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ ഏകാദശഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം.
രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗസംപൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ തസ്യാദസർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാക്രതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ ധർമാദികാൻ അഭിസൃജന്നദകർദമം ച വാണീം വിദായ വിധിരംഗജസങ്കുലോഭൂത് ത്വൽബോധിതൈः സനകദക്ഷമുഖൈസ്തനൂജൈः ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ വേദാൻ പുരാണനിവഹാനപി സർവവിദ്യാഃ കുറുവൻ നിജാനനഗണാചതുരാനനോऽസൗ പുത്രേഷു തേഷു വിനിദായ സസർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജമാശ്രിതോऽഭൂത് ജാനന്നുപായമദദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനുതത്വദുഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ ജാനന്നുപായം നാരായണ നാരായണ. നാരായണ. കഴിഞ്ഞ ദശകത്തിൽ നിർത്തിയെടുത്തു നിന്ന് തുടരുകയാണ് മേൽപ്പത്തൂര്. ഭഗവാനെ വിളിക്കുന്നു വൈകുണ്ഠ എന്ന്. ഹേ വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠമൂർത്തി, ആനന്ദസ്വരൂപ എന്ന് തന്നെയാണ് അർത്ഥം. വൈകുണ്ഠൻ എന്നാൽ എന്താ? യാതൊരു കുണ്ഠതകളും ഇല്ലാത്തവൻ, ഉള്ളിൽ ഒരു കുണ്ഠതകളുമില്ലാത്തവൻ, ഒരു തടസ്സവുമില്ലാത്തവൻ, ഒരു നിഴൽ പോലുമില്ലാത്തവൻ, മായയുടെ അജ്ഞാനത്തിൻ്റെ ലവലേശമില്ലാത്തവൻ, സച്ചിദാനന്ദ സ്വരൂപൻ, ആനന്ദസ്വരൂപൻ, ബോധസ്വരൂപൻ, ബ്രഹ്മസ്വരൂപൻ എന്നൊക്കെ തന്നെയാണ് വൈകുണ്ഠ എന്നുള്ള സംബോധനയുടെ അർത്ഥം. അല്ലയോ വൈകുണ്ഠ സ്വരൂപ, അങ്ങ് സ്വയം പലതായി തീരാൻ തീരുമാനിച്ചതാണ് ഈ സൃഷ്ടി, ഈ നാനാത്വം. ഈ നാനാത്വമൊക്കെ അങ്ങയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോഴും അങ്ങേക്ക് യാതൊരു കുണ്ഠതകളും ബാധിക്കുന്നില്ല. അതാണ് സത്യം. ആ സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മേൽപ്പത്തൂർ സ്വയം വൈകുണ്ഠ എന്ന് വിളിക്കുകയാണ്. നമ്മളും ഈ വൈകുണ്ഠന്മാരായി തീരണം. ഈ നാനാത്വമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴും ഈ സൃഷ്ടിജാലങ്ങളെയൊക്കെ നമ്മൾ സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന നാനാത്വ നാമരൂപങ്ങളെല്ലാം കാണുമ്പോഴും ഇതെല്ലാം ആസ്വദിക്കുമ്പോഴും ഇതിലൊക്കെ ഉള്ളതായിട്ടുള്ള ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ പരമസത്യത്തെ നമ്മൾ ഉണർന്നുകൊണ്ടിരുന്നാൽ നമ്മളും വൈകുണ്ഠന്മാരായി. നമ്മളെ ഈ സൃഷ്ടി ബാധിക്കില്ല. ഈ സംസാര സാഗരത്തിൻ്റെ കരയ്ക്കിരുന്ന് കളി കാണാം നമുക്ക്. ഈ സംസാര സാഗരം നമ്മളെ ബാധിക്കില്ല, ബന്ധിക്കില്ല, ഉപദ്രവിക്കില്ല. കരയ്ക്കിരുന്ന് കളി കാണാം. എങ്ങനെയായാൽ? വൈകുണ്ഠന്മാരായാൽ. എങ്ങനെയാ വൈകുണ്ഠന്മാരാവുക? വൈകുണ്ഠന്മാരാകുക എന്ന് പറഞ്ഞാൽ
ആ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുക, സ്വബോധം ഉള്ളിൽ പ്രകാശിക്കുക, തത്വബോധമുള്ളിൽ പ്രകാശിക്കുക. ആ തത്വബോധം നമ്മുടെ ഉള്ളിലും പ്രകാശിക്കട്ടെ വൈകുണ്ഠ എന്ന് വിളിക്കുമ്പോൾ. ആരെയാ ഈ വൈകുണ്ഠൻ എന്ന് വിളിക്കണത്? ആ ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ പരോക്ഷമായിട്ട് വിളിക്കുകയാണ്. വാസ്തവത്തിൽ അത് തിരിച്ച് എന്നിലേക്ക് തന്നെ വരികയാണ്. ആ ഗുരുവായൂരപ്പൻ്റെ മൂർത്തിയെ നോക്കി, വിഗ്രഹത്തെ നോക്കി ഞാൻ വൈകുണ്ഠ എന്ന് വിളിക്കുമ്പോൾ കണ്ണാടി വെച്ചിരിക്കുക അവിടെ. തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ വരും. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ വൈകുണ്ഠൻ ഇരിക്കുന്നത്. ഈ വൈകുണ്ഠനെ ഉണർത്തണം നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് സ്വയം വൈകുണ്ഠ, വാസ്തവത്തിൽ നിനക്ക് യാതൊരു കുണ്ഠതകളും ഇല്ല കേട്ടോ. ഈ നാനാത്വമൊന്നും കണ്ട് നീ ഭ്രമിക്കേണ്ട കേട്ടോ. നീ പൂർണ്ണ ബ്രഹ്മമാണ്, നീ ആത്മസ്വരൂപനാണ്, നീ ജ്ഞാനസ്വരൂപനാണ്. ഈ നാനാ സൃഷ്ടിജാലങ്ങളൊക്കെ ഉണ്ടാവും, പിന്നീട് തിരോഭാവം സംഭവിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നിന്നെ സ്പർശിക്കുന്നില്ല. വാസ്തവത്തിൽ ആത്മസ്വരൂപനായിട്ടുള്ള നീ ഇതിനൊക്കെ അതീതനാണ്, ഇതിൻ്റെയൊക്കെ പുറത്തിരിക്കുകയാണ് എന്ന് ആ ഒറ്റ വിളിയിൽ നമുക്ക് ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. വൈകുണ്ഠ 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 വിളിക്കുക, അർത്ഥമറിഞ്ഞ് വിളിക്കുക. ഇപ്പോൾ ഭഗവാനോട് പറയണു, ഭഗവാൻ ലീല ചെയ്യണം ഈ സൃഷ്ടി. വാസ്തവത്തിൽ ഈ സൃഷ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏകനായ ഭഗവാൻ പലതായി തീരുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. എങ്ങനെയാ പലതായി തീരുന്നത്? മായ കൊണ്ടാണ് പലതായി തീരുന്നത്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ മറക്കൽ തന്നെയാണ് മായ. ഭഗവാനെ മറയ്ക്കുന്ന ശക്തിയാണ് മായ, ഭഗവാനെ മറപ്പിക്കുന്ന ശക്തിയാണ് മായ. നമ്മൾ ഭഗവാനെ മറക്കുമ്പോഴാണ് മായ നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ട് ഭഗവാൻ ആ മായ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എപ്പോഴും പറയാം, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ ഞാൻ എപ്പോഴും അനുസന്ധാനം ചെയ്യുന്നു, പരമസത്യത്തെ അനുസന്ധാനം ചെയ്യുന്നു. ആ പരമസത്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കട്ടെ, പരമസത്യം പ്രകാശിക്കട്ടെ. ആ പരമസത്യം പ്രകാശിച്ചാൽ മായ നമ്മളെ സ്പർശിക്കില്ല. ഈ നാനാത്വ സൃഷ്ടി, ഈ ഭ്രമം നമ്മളെ ബാധിക്കില്ല. സംസാര ദുരിതങ്ങൾ, ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാവുകയില്ല. നമുക്ക് നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കാം, ഈ പരമസത്യത്തെ സ്മരിക്കാൻ ശ്രമിക്കാം. സത്യം പരം ധീമഹി, അത് തന്നെയാണ് വൈകുണ്ഠ എന്ന് വിളിയുടെ അർത്ഥവും. ആ വൈകുണ്ഠൻ ആ പരമമായ സത്യം തന്നെയാണ്. ആ സത്യസ്വരൂപനായ വൈകുണ്ഠ, നിന്നെ ഞാൻ എപ്പോഴും അനുസ്മരിക്കുമാറാകട്ടെ, നിന്റെ തത്വം ഞാൻ സ്മരിക്കുമാറാകട്ടെ. നീ മാത്രമാണ് സത്യം. ഈ കാണുന്ന നാനാത്വം നിന്നിൽ ആരോപിതം മാത്രമാണ്. ഏകമായ സ്വർണത്തിൽ അനേക ആഭരണ വൈവിധ്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ, ഏകമായ മണ്ണിൽ അനേകമായ പാത്രങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ, ഏകമായ നൂലിൽ അനേക വസ്ത്രവൈവിധ്യങ്ങൾ ആരോപിക്കപ്പെടും പോലെ, ഏകമായ ജലത്തിൽ അനേക തരംഗങ്ങൾ, നുരകൾ, പതകൾ, ജലത്തിൻ്റെതായിട്ടുള്ള വിവിധ ഭാവങ്ങൾ, അല്ലേ, പലതരത്തിലുള്ളതായിട്ടുള്ള വാട്ടർ ബോഡീസ്, ഇതൊക്കെ ഒരേ ജലത്തിൽ ആരോപിക്കുന്നത് പോലെ ഏകമായ സത്യത്തെ പലതായി കാണുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ സൃഷ്ടി ഉണ്ടാവുന്നത് തന്നെ മായ കൊണ്ടാണ്. മായയില്ലയോ സൃഷ്ടിയില്ല. അപ്പം ആദ്യം വേണ്ടത്, സൃഷ്ടിക്ക് വേണ്ടത് മായയാണ്. മായയെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. മായയില്ലെങ്കിൽ സൃഷ്ടിയില്ല. അപ്പം ആ മായ കൊണ്ടാണ് സൃഷ്ടി. മായയാണ്, അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സുഖമായി ഭക്ഷണം കഴിച്ച് ആരോഗ്യവാനായി സ്വസ്ഥനായി AC ഒക്കെ ഇട്ടിട്ട് റൂമിൽ കിടന്നതാണ്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു കള്ളനോ ഒരു വന്യമൃഗമോ ഒരു വിശപ്പോ ദാഹമോ വെയിലോ ചൂടോ മഴയോ ഒന്നും നമ്മളെ പീഡിപ്പിക്കാനുണ്ടായിരുന്നില്ല. സുഖമായി ഉറങ്ങാൻ കിടന്നതാണ്. നമ്മൾ നമ്മളെ മറന്നു. ആ മറവിക്ക് പേരാണ് മായ. ആ മായയുടെ പേരാണ് സ്വപ്നം.
അപ്പോൾ ആ സ്വപ്നമാകുന്ന മായ കൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഉറങ്ങാൻ കിടന്നവരല്ലാതെയായി തീരുന്നത്, പുതിയൊരാളായി തീരുന്നത്, നമ്മൾ തന്നെ നമ്മുടെ സങ്കല്പം കൊണ്ടൊരു ലോകം സൃഷ്ടിച്ച് നമ്മൾ തന്നെ അതിൽ കിടന്ന് ഭ്രമിക്കുന്നത്, അതുപോലെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയും. ഈ തത്വം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ. അല്ലാതെ സൃഷ്ടി സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വേദങ്ങളോ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളോ സൃഷ്ടിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ സൃഷ്ടി സത്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് സത്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അതിനൊരു ക്രമം ഉണ്ടാക്കിത്തരികയാണ്. നമ്മുടെ ബുദ്ധിയെ ഒന്ന് തൽക്കാലം ശമിപ്പിക്കാൻ അതിനൊരു ക്രമം പറഞ്ഞു തരികയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഭ്രമമാണ് സൃഷ്ടി. ഏകമായ വസ്തുവിനെ പലതായി ധരിക്കുന്നതിൻ്റെ പേരാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏകമായ സൂര്യരശ്മി എങ്ങനെയാണോ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ നാനാവർണ്ണങ്ങളായി വിബ്ജ്യോറായി, അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞിട്ട് സപ്തവർണ്ണങ്ങളായി തിരിയുന്നുണ്ട് ഒരു പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സൂര്യരശ്മി കടന്നു വരുമ്പോൾ. എങ്ങനെയാണോ ആ പ്രിസം ഏകമായ സൂര്യരശ്മിയെ പലതായി പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവിടെ ബ്രഹ്മദേവൻ ഏകനായ ഭഗവാൻ എന്ന സൂര്യൻ്റെ കിരണങ്ങളെ പലതായി പല വർണ്ണങ്ങളാക്കി രചിക്കുന്നത്. ഈ ബ്രഹ്മദേവൻ എന്നത് ഒരു വലിയ പ്രിസമാണ്, ഒരു സമഷ്ടി മനസ്സാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ഒരു പ്രിസം. നമ്മൾ ഏകമായ വസ്തുവിനെ നമ്മുടെ മനസ്സാകുന്ന പ്രിസത്തുകൂടെ കടത്തിവിട്ടിട്ടാണ് നാമരൂപങ്ങൾ കൽപ്പിച്ച് പലതായി കാണുന്നത്. ആ മനസ്സിനെ തിരിച്ചു പിടിക്കൂ, അല്ലേ? ഈ സപ്തവർണ്ണങ്ങളെ പ്രിസത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ കടത്തിവിട്ടാൽ അത് ഏകവർണ്ണമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഒരു പ്രിസം വെച്ചാൽ മതി, അല്ലേ? ഒരു പ്രിസം വെച്ചാൽ അതിൻ്റെ വിപരീതമായിട്ട് മറ്റൊരു പ്രിസം വെച്ചാൽ 7 ഒന്നായി തീരും. 7 വർണ്ണങ്ങളെ ഒരു വർണ്ണമാക്കി ഏകമാക്കി ഒരു രശ്മിയാക്കി തീർക്കാം. അപ്പം അതുപോലെ നമ്മുടെ മനസ്സിനെ തിരിച്ചു പിടിക്കുക. ഇപ്പോൾ ബഹിർമുഖത കൊണ്ട്, നാനാത്വ ഭ്രമം കൊണ്ട് പല വർണ്ണങ്ങൾ നിർമ്മിക്കുന്ന ഈ മനസ്സിനെ അറിവ് കൊണ്ട് തിരിച്ച് തലകിഴാക്കുക. ഈ ശാസ്ത്ര വിചാരം കൊണ്ട് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ആചാര്യന്മാരും പറയുന്നത് കേട്ട് ഈ മനസ്സാകുന്ന പ്രിസത്തിനെ ഒന്ന് ഉൾട്ടാ ഡയറക്ഷനിലാക്കുക. അപ്പോൾ ഈ നാനാത്വം മുഴുവൻ ഏകതത്വത്തിൽ ചെന്ന് ലയിക്കുന്നത് കാണാം, ഒരേ വസ്തുവായി തീരുന്നത് കാണാം. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രൊജക്ഷനാണ് ഈ സൃഷ്ടി. ആ മനസ്സിനെ തന്നെ തിരുത്തുകയാണ് വേണ്ടത്. ഈ സൃഷ്ടിയെ ഏകമുഖമാക്കി തീർക്കാൻ, ഏകാഭിമുഖമാക്കി തീർക്കാൻ, ഈശ്വരാഭിമുഖമാക്കി തീർക്കാൻ, ഒരേ വസ്തുവിൻ്റെ തത്വം അറിയാൻ. അപ്പോൾ ബ്രഹ്മദേവൻ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു സമഷ്ടി സങ്കല്പമാണ്, സമഷ്ടിയാണ് ബ്രഹ്മദേവൻ. അദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷനാണ് ഈ സൃഷ്ടി. വിസർഗ പൗരുഷ സ്മൃത എന്നാണ് ഭാഗവതത്തിൽ വിസർഗത്തിൻ്റെ ലക്ഷണം പറഞ്ഞത്. ഈ വിസർഗത്തെയാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നത്. സൃഷ്ടിയുടെ ഭേദങ്ങൾ എന്ന് പറയുമ്പോൾ വിസർഗങ്ങളാണ്. വിസർഗം എന്നാൽ വിവിധങ്ങളായ സർഗങ്ങൾ, വൈവിധ്യങ്ങൾ. ആ വൈവിധ്യങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? പൗരുഷ സ്മൃത. ആ വിരാട് പുരുഷനിൽ നിന്ന് ആ വിരാട് പുരുഷൻ്റെ മനസ്സാകുന്ന ബ്രഹ്മദേവനാൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഈ വിസർഗങ്ങൾ, ഈ വിവിധ സർഗങ്ങൾ. ഇത് ബേസായിട്ട് കിടക്കട്ടെ. എത്ര വേണമെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. എത്ര പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ഈ തെറ്റിദ്ധാരണകളൊന്നും ഉടനെയൊന്നും മാറാൻ പോകുന്നില്ല, അല്ലേ? എത്രത്തോളം ഈ പറയുന്നത് ഗ്രഹിക്കാൻ തന്നെ ആർക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നറിയില്ല. ഈ സ്വാമി എന്തൊക്കെയാ മര്യാദയ്ക്ക് ഭാഗവതത്തിലെ കഥകൾ പറഞ്ഞിട്ട് പോകാതെ എന്തൊക്കെയായിരുന്നു പുലമ്പിക്കൊണ്ടിരിക്കണത് എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. വാസ്തവത്തിൽ ഭാഗവതം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. തൃതീയ സ്കന്ധത്തിൽ ഭാഗവതം തൃതീയ സ്കന്ധം അതിമനോഹരമായിട്ട് ഏകമായ വസ്തു എങ്ങനെ അനേകമായി തീരുന്നു
എന്ന് പറഞ്ഞിട്ട് ആ അനേകമായതിനെ ഏകത്വത്തിലേക്ക് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ എങ്ങനെ ലയിപ്പിക്കണം എന്നുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത്. നാരായണ. അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം. വൈകുണ്ഠവർദ്ധിത ബലോദബവൽ പ്രസാദാത് അംബോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തദാതിരശ്ചാൻ ജാതിർമനുഷ്യ നിവഹാനപി ജീവഭേദാൻ. ഇവിടെ ഈ ഒന്നാമത്തെ ശ്ലോകം വാസ്തവത്തിൽ ഈ ദശകത്തിൽ പറയുന്ന മൊത്തത്തിലുള്ള വർണ്ണനയുടെ ഒരു സംഗ്രഹമാണ്. ഒന്നാം ശ്ലോകത്തിൽ സംഗ്രഹിച്ച കാര്യത്തെ രണ്ടാം ശ്ലോകം മുതൽ ഡീറ്റെയിൽ ചെയ്യാണ് ഇവിടെ മേൽപ്പത്തൂർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം ആകെ ഒരു 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 സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു സംഗ്രഹമായിട്ടുള്ള ഉപക്രമമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അവിടുന്ന് പിന്നീട് അതിനെ എങ്ങനെയാണ് അദ്ദേഹം വിസ്തരിക്കുന്നത് എന്നാണ് രണ്ടാം ശ്ലോകം മുതൽക്ക്. അപ്പോൾ എന്താ പറയണത്? വൈകുണ്ഠ അലയോ ഗുരുവായൂരപ്പ വർദ്ധിത ബലഹ അത ബവൽ പ്രസാദാത് അംബോജയോനിഹി. അംബോജയോനിഹി, അംബോജയോനിഹി താമരയാകുന്ന ഉത്ഭവസ്ഥാനത്തോടു കൂടിയവൻ. അംബോജം യോനിഹി യസ്യ. അംബോജം അമ്പസ്സിൽ ജനിച്ചത്, വെള്ളത്തിലുണ്ടായത് താമര. ആ താമര യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം എന്നാണ് അർത്ഥം. എവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുവോ അതിനെയാണ് യോനി എന്ന് പറയുന്നത്. താൻ പുറത്തേക്ക് വന്നത് താമരയിൽ നിന്നാണ്, അതുകൊണ്ട് താമരയാണ് തൻ്റെ യോനി. അപ്പോൾ അംബോജയോനി, അംബോജമാകുന്ന പ്രഭവസ്ഥാനത്തോടു കൂടിയവനായ ആ ബ്രഹ്മദേവൻ വർദ്ധിത ബലഹ, വർദ്ധിത ബലനായിട്ട്. എന്തുകൊണ്ട്? ഭവൽ പ്രസാദാത് എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പ അങ്ങയെ തപസ് ചെയ്ത് അങ്ങയിൽ നിന്ന് ആർജിച്ചതായിട്ടുള്ള അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് വർദ്ധിത ബലനായിട്ടുള്ള അംബോജയോനി അത് അനന്തരം അസൃജത്, അസൃജത് സർജനം ചെയ്തു. സർജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സൃജ് ധാതുവിന്റെ അർത്ഥം പുറത്തേക്ക് പ്രകാശിക്കുക എന്നാണ്. ഉള്ളിലുണ്ടായിരുന്നതിനെ പുറത്തേക്ക് പ്രകാശിക്കുക. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്നു അവ്യക്തമായിരുന്നതിനെ വ്യക്തമാക്കുക എന്നാണ് അർത്ഥം. ടു എക്സ്പ്രസ്, ടു മാനിഫെസ്റ്റ് എന്നർത്ഥം. അൺമാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ആവുന്നതിനെയാണ് സർജനം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അൺമാനിഫെസ്റ്റ് ആയിരുന്നത് ഉള്ളിലായിരുന്നു, അത് പുറത്തേക്ക് വന്നു എന്നറിയാം. അങ്ങനെ അസൃജത് കില ജീവദേഹാൻ, ജീവന്മാർക്ക് ദേഹങ്ങളെ നിർമ്മിച്ചു. അപ്പൊ ജീവന്മാരൊക്കെ ലയിച്ചു കിടക്കായിരുന്നു പ്രളയകാലത്ത്. ഓരോ ജീവന്മാരും അവരവരുടെ വാസനകൾ തീരാതെ, പക്ഷേ എന്താ പറയുക, അവശരായി കിടക്കുകയായിരുന്നു അല്ലേ. ഉറക്കത്തിലൊക്കെ നമ്മൾ അവശരായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്, നിവൃത്തികേട് കൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്. ഉറക്കം വരുന്നില്ല, ക്ഷീണമില്ല നമുക്ക് എങ്കിൽ നമ്മൾ എന്താ പറയുക, രാവിനെ പകലാക്കിക്കൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നിവൃത്തികേട് കൊണ്ട്, നമുക്ക് ക്ഷീണം വരുന്നത് കൊണ്ട്, ഉറങ്ങിയാലേ മതിയാവുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുക. അതുപോലെ ഒരു വലിയ ഉറക്കമാണ് ഈ പ്രളയങ്ങളും. ഈ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു, ശരീരം മൊത്തത്തിൽ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു. പകൽ എങ്ങനെയാണോ നമ്മൾ അധ്വാനിച്ച് ശരീരം ശക്തി ക്ഷയിച്ച് ക്ഷീണിച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങണു. മരണം അഥവാ പ്രളയകാലത്ത് ഈ ശരീരം നശിച്ചു പോകുന്നു. ഈ ശരീരത്തിൻ്റെ പുറത്തുള്ള ഒരു ഉറക്കമാണ് പ്രളയകാലം. അങ്ങനെ ഉറങ്ങുന്നു. അപ്പോഴും അവസരമായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്, നിവൃത്തികേട് കൊണ്ട് ഉറങ്ങുകയാണ്. തൽക്കാലം മതിയായി, പക്ഷേ പൂർണ്ണമായിട്ട് മതിയായിട്ടുമില്ല അല്ലേ. നമ്മൾക്ക് എങ്ങനെയാണോ ഊണ് കഴിച്ചു കഴിയുമ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം മതി, മതി 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 എന്ന് പറയും നമ്മൾ അല്ലേ. അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെയും റെഡിയായി. പെർമനൻ്റ് ആയിട്ട് മതിയാവലില്ല ഈ ഭക്ഷണം. അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ ഇനിയും കൊണ്ടാന്നാ പറയണത്. അത് കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ മതി എന്നതുപോലെ ഓരോന്നും അനുഭവിക്കുമ്പോൾ തൽക്കാലം മതിയാവുന്നു, ശാശ്വതമായിട്ട് മതിയാവുന്നില്ല. അതിൻ്റെ ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്, വാസന കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൽ അതിൻ്റെ സ്മരണകളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ വാസനകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കണം. ഇന്നലെ അനുഭവിച്ചതൊക്കെ ഇന്ന് വീണ്ടും അനുഭവിക്കണം എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ശേഷിക്കുന്നു. അതിനാണ് വാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ മതിയാവോളം കഴിച്ചതാണ്, ഇന്നെന്താ പിന്നെയും അത് തന്നെ ചോദിക്കണം. ഇന്നലെ മതി എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ അല്ലേ? ഇന്നലെ ഊണ് കഴിക്കുമ്പോൾ പാൽപ്പായസമൊക്കെ കിട്ടിയപ്പോൾ അയ്യോ മതിയായി, ഇനി എനിക്ക് വേണ്ട, ഛർദ്ദിക്കും ഞാൻ എന്ന് പറഞ്ഞു. ഇന്ന് പാൽപ്പായസം കാണുമ്പോഴേക്കും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്നലെ നീ മതി എന്ന് പറഞ്ഞതാണല്ലോ. അത് ഇന്നലെ അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും അവസ്ഥ. നമ്മുടെ വാസനകൾ ഇങ്ങനെ കിടക്കുകയാണ് എന്നർത്ഥം. അപ്പം അതുപോലെയാണ് ശരീരം പ്രായമൊക്കെ ആയി, ഒന്നിനും വയ്യാതെയായി, രോഗാദി ദുരിതങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി, ആർക്കും നമ്മളെ വേണ്ടാതെയായി, അങ്ങനെ വെറുത്തു ജീവിതം. എന്നിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് മരിച്ചത്. പക്ഷേ അങ്ങനെ കുറച്ചു കാലം ശരീരമില്ലാതെ ശയിച്ചു, പ്രളയത്തിൽ ശയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴോ കാലം കൊണ്ട് ഇതൊക്കെ മറന്നു, നമ്മുടെ നഷ്ടപ്പെട്ട ശക്തിയൊക്കെ നമ്മൾ വീണ്ടെടുത്തു. ആ പഴയ വാസനകൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും വേണം, മുമ്പ് അനുഭവിച്ച, കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇനിയും അനുഭവിക്കണം. ആ വാസന പ്രബലമായി വളരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നു ഈ വാസന തീർക്കാനായിക്കൊണ്ട്. ഇങ്ങനെ നമ്മുടെ വാസനകൾ വർദ്ധിച്ച് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം, ഇങ്ങനെ നമ്മൾ പുരഞ്ജനന്മാരായിക്കൊണ്ടേയിരിക്കുകയാണ്. പുരങ്ങളെ ജനിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ജീവന്മാർക്ക് പ്രളയകാലത്ത് കുറച്ചു കാലം വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വിശ്രമിക്കാൻ പറ്റാതെയായി, ഇരിക്കപ്പൊറുതിയില്ലാതായി, ക്ഷീണമൊക്കെ മാറി. ഇനി പുതിയൊരു ശരീരം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വാസനകളെയൊക്കെ എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാമായിരുന്നു എന്നിങ്ങനെ അവിടുന്ന് പ്രഷർ തുടങ്ങും. ആർക്കായി പ്രഷറൊക്കെ? ഈ ബ്രഹ്മദേവനിട്ടാണ് പ്രഷർ കൊടുക്കുന്നത്. എനിക്കൊരു ശരീരം തരൂ, എനിക്കൊരു ശരീരം തരൂ, എനിക്കൊരു ശരീരം തരൂ എന്ന് പറഞ്ഞ് ഓരോ ജീവന്മാരും ബ്രഹ്മദേവന്റെ അടുത്ത് ക്യൂ നിൽക്കുകയാണ്, തിരക്കുകയാണ് ശരീരത്തിനായിക്കൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരീരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പണിയാണ് ആർക്ക്? ഈ ബ്രഹ്മദേവന്. അദ്ദേഹം എന്ത് ചെയ്യണോ? ജീവദേഹാൻ അസൃജത്, ജീവന്മാർക്കൊക്കെ ദേഹങ്ങളെ സർജിച്ചു കൊടുത്തു. ഏതൊക്കെ തരത്തിൽ? ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെയും പ്രാരബ്ധത്തിനനുസരിച്ച്. സ്ഥാസ്നോനി ബൂരുഹമയാണി തദാ തിരശ്ചാം ജാതിർ മനുഷ്യ നിവഹാനപി ജീവഭേദാൻ. ബൂരുഹമയാണി, ബൂരുഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആരോഹണം ചെയ്യുന്നത് വൃക്ഷങ്ങൾ, മണ്ണിൽ നിന്ന് മുകളിലേക്ക് വരുന്നതായിട്ടുള്ള, മണ്ണിൽ മുളച്ചുണ്ടാകുന്നതായിട്ടുള്ള ഭൂരുഹങ്ങളാകുന്ന വൃക്ഷങ്ങൾ. സ്ഥാസ്നൂനി എന്ന് പറഞ്ഞാൽ സ്ഥാവരങ്ങൾ. അപ്പോൾ സ്ഥാവരങ്ങളായിട്ടുള്ള കല്ലും മണ്ണുമായിട്ടുള്ള വസ്തുക്കൾ. അതുപോലെ തഥാ തിരശ്ചാം ജാതി, തിരശ്ചാം ജാതി എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായി സഞ്ചരിക്കുന്ന ജാതി, തിര്യക്കുകൾ എന്ന് പറയുന്ന ജാതി. തിര്യക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തിരശ്ചീനമായി ഗമിക്കുന്നത് കൊണ്ട്, ഹൊറിസോണ്ടലായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. മൃഗങ്ങൾക്ക്, നാൽക്കാലികൾക്കും മറ്റു ജന്തുക്കൾക്കുമൊക്കെ, ഇഴജന്തുക്കളുമൊക്കെ എന്താണ്? തിര്യക്കാണ്. തിര്യക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് പാരലായി അവരുടെ ബോഡി, ഭൂമിയുടെ പാരലായിരിക്കും, ഹൊറിസോണ്ടലായിരിക്കും അവരുടെ ബോഡി. അങ്ങനെയുള്ള ജന്തുക്കളെയാണ് എന്ത് പറയണത്? തിര്യക്കുകൾ എന്ന് പറയുന്നത്. തിരശ്ചീനമായി ഗമിക്കുന്നവ. അവരുടെ തലയും ഹൃദയവും വയറും പ്രത്യുൽപാദനേന്ദ്രിയവും ഒക്കെ ഒരേ ലെവലാണ്, നാലിനും ഒരേ പ്രാധാന്യമാണ്. തലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, പ്രത്യുൽപാദനേന്ദ്രിയത്തിനും വയറിനുമാണ് കൂടുതൽ പ്രാധാന്യം. ഹൃദയവും തലയൊക്കെ താഴേക്കാണ്, പാരലാണ് അവർ, ഭൂമിക്ക് പാരലാണെന്ന് പറയുക ജന്തുക്കൾ. അതാണ് തിരശ്ചീനമായി ഗമിക്കുന്നത്. തിരശ്ചാം ജാതീഹി മനുഷ്യനിവഹാൻ, മനുഷ്യവർഗങ്ങൾ. മനുഷ്യവർഗങ്ങൾ മനനശീലവാന്മാരാണ് മനുഷ്യന്മാർ, ബുദ്ധിക്ക് പ്രാധാന്യമുള്ളവരാണ് മനുഷ്യന്മാർ എന്ന് പറയാം. തല ഉയർന്നു നിൽക്കുന്ന, തല മുകളിലായിരിക്കുന്ന ആളുകളാണ് ആര്? മനുഷ്യർ. അപ്പൊ തല മുകളിൽ തന്നെ നിൽക്കണം. തല മുകളിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഇമ്പോർട്ടൻസ് വേണമെന്നർത്ഥം. തലയാണ് മുകളിൽ.
ആ തലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിൽ പലർക്കും തലയ്ക്കല്ല പ്രാധാന്യം. നമ്മളുടെ ഉത്തമാംഗം പലർക്കും വയറാണ് എന്ന് പറയാം അല്ലേ. വയറിന് വേണ്ടിയിട്ടാണ് ജീവിതം. വേറെ ചിലർക്ക് ഉത്തമാംഗം പ്രത്യുൽപാദനേന്ദ്രിയമാണ്. താഴേക്കാണ് ചിലരുടെയൊക്കെ പോക്ക് എന്ന് പറയാം. തലയ്ക്കല്ല പ്രാധാന്യം. ഇപ്പൊ മനുഷ്യ സമൂഹങ്ങളും ദേവഭേദാൻ എന്ന് പറഞ്ഞാൽ ദേവവർഗത്തിൽ അനേക വർഗങ്ങളുണ്ട്. ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, ഉരകങ്ങള്, അപ്സരസുകള്, ദേവന്മാര് മുതലായ ദേവന്മാരിൽ തന്നെ പല തലങ്ങളിലുള്ളതായിട്ടുള്ള ദേവന്മാരുണ്ട്. അങ്ങനെ ആ ദേവന്മാരുടെ വർഗങ്ങൾ എന്ന് പറഞ്ഞു. സിദ്ധന്മാര്, ചാരണന്മാര് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള പല ദേവവർഗങ്ങളുണ്ട്. അപ്പം അതാണ് ദേവഭേദാൻ. അവരുടെ ഭേദത്തിനനുസരിച്ച് അവരുടെ സ്റ്റാറ്റസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് വ്യത്യസ്തങ്ങളാണ്. ഈ ദേവന്മാരിലൊക്കെ വെച്ച് മുകളിലിരിക്കുന്ന ആളാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ താഴെയാണ് ഓരോരോ ദേവവർഗവും എന്ന് പറയുക. അപ്പൊ ദേവഭേദാൻ, അതുപോലെ ജീവദേഹാൻ, അങ്ങനെയുള്ള ജീവദേഹങ്ങളെ അസൃജതകില, അങ്ങ് ജീവന്മാർക്കുള്ള. അപ്പോൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് അല്ലെങ്കിൽ ബ്രഹ്മദേവൻ ഓരോരുത്തർക്കും റോൾ കൊടുത്തു എന്നർത്ഥം. ഇപ്പൊ ബ്രഹ്മദേവൻ ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഭഗവാനാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഡയറക്ഷനൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ. അതനുസരിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആര്? ബ്രഹ്മദേവൻ. നേരിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രഹ്മദേവനാണ്. നമുക്ക് വേണ്ട കോസ്റ്റ്യൂംസ് ആരാ വിതരണം ചെയ്യുന്നത്? നിനക്കിന്ന റോള്, അതുകൊണ്ട് നീ രാജാവേഷം പിടിച്ചോ, നീ ഭടന്റെ വേഷം പിടിച്ചോ, നീ മന്ത്രിയുടെ വേഷം പിടിച്ചോ, നീ റാണിയുടെ വേഷം പിടിച്ചോ, നീ ദാസിയുടെ വേഷം പിടിച്ചോ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും വേഷവിധാനങ്ങൾ അവരവരുടേതായിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ഓരോരുത്തരുടെയും വാസനാബലത്തിനനുസരിച്ച്, ഓരോരുത്തരും ഏത് രംഗത്ത് ശോഭിക്കുമോ അതിനനുസരിച്ച് വേഷങ്ങൾ ഇങ്ങനെ വാരി വിതറുന്നു. ആര്? ബ്രഹ്മദേവൻ എന്ന് പറയാം. അപ്പോൾ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, മാനേജറാണ് ആര്? പ്രൊഡക്ഷൻ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം ബ്രഹ്മദേവനെ. പ്രൊഡക്ഷൻ മാനേജർ, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആള്. അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളും അറിവും ശക്തിയും എല്ലാം ഫണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നതാരാ? മോളുന്ന. അപ്പൊ ഇതിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു. മൊത്തത്തിലൊരു അവതരണമാണ്. ഇങ്ങനെ ജീവഭേദങ്ങളെ സൃഷ്ടിച്ചു ഉപാധികൾക്കനുസരിച്ച്, ജീവന്മാരുടെ ആ വാസനകൾക്കനുസരിച്ച് അവരവരുടേതായിട്ടുള്ള ശക്തിക്കനുസരിച്ച് ഓരോരുത്തർക്കും ശരീരങ്ങളെ വിതരണം ചെയ്തു. വൈകുണ്ഠവർദ്ധിത ബലോധഭവൽ പ്രസാദാത് അംബോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തദാ തിരശ്ചാൻ ജാതിർ മനുഷ്യ നിവഹാനഭിജീ ദേവഭേദാൻ. തുടർന്ന് ആദ്യേ തുടങ്ങുകയാണ് സൃഷ്ടിയുടെ ക്രമത്തെ. ഇതിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു. ഇനി ആദ്യ ഒന്ന് എന്ന് തുടങ്ങുകയാണ്. എങ്ങനെയൊക്കെയാണ് സൃഷ്ടി ഉണ്ടായത് എന്ന്. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദാമതാമസ പദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസ പദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. അപ്പോ സഹ ബ്രഹ്മ, ആ ബ്രഹ്മദേവൻ, മിഥ്യാഗ്രഹ അസ്മിമതി രാഗ വികോപ ഭീതി ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ട്വാ. ആദ്യം സൃഷ്ടിച്ചത് 5 വിധത്തിലുള്ളതായിട്ടുള്ള അജ്ഞാന സൃഷ്ടിയാണ്.
അജ്ഞാന സൃഷ്ടിയിലാണ് എല്ലാ സൃഷ്ടിയും ആരംഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ അജ്ഞാന സൃഷ്ടി? പഞ്ചവിധാം എന്ന് പറഞ്ഞ 5 പ്രകാരത്തിൽ. എന്താണ്? മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി. അപ്പം മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കലാണ്. തെറ്റിദ്ധാരണ എങ്ങനെയുണ്ടാവുക? ശരിയായ ധാരണ ഇല്ലാതാവുമ്പോഴാണ്, അല്ലേ? അപ്പം ആദ്യം അജ്ഞാനം കൊണ്ട് സ്വരൂപബോധം ഇല്ലാതെയാവുന്നു. താൻ ആരെന്നുള്ളതായിട്ടുള്ള ബോധം മറയുന്നതോടു കൂടിയിട്ടാണ് പിന്നെന്തുണ്ടാവുന്നത്? തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. നമുക്ക് ഒരു വസ്തുവിനെ നല്ല വെളിച്ചത്തിൽ തെളിഞ്ഞ് കാണുകയാണെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ല പട്ടാ-പകൽ വെളിച്ചത്തിൽ ഒരു കയറിൻ്റെ കഷ്ണം നമ്മുടെ അടുത്ത് കിടക്കണം. പ്രത്യക്ഷമായിട്ട് നമുക്ക് നേരെ കാണാം അത് കയറാണ് എന്ന്. ആ കയറ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പാവുമോ? അതൊരിക്കലും ഇല്ല. നല്ല വെളിച്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. ആ കയറിനെ ഒന്നും മറയ്ക്കുന്നില്ല, അതിൽ ഇരുട്ടിൻ്റെ ലേശം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ കയറായിട്ട് നമുക്ക് പ്രയോജനമുള്ളൊരു വസ്തുവായിട്ട് അവൈലബിളാണ്. അത് നമ്മളെ ബന്ധിക്കുന്നില്ല, ആ കയറ് നമ്മളെ ബന്ധിക്കുന്നില്ല. ആ കയറെടുത്ത് നമുക്ക് ബന്ധിക്കാം, അല്ലേ? നേരെ മറിച്ച് ഇരുട്ട് വന്നാലോ, ആ ഇരുട്ടത്താണ് നമ്മൾ ആ കയറിനെ കണ്ടതെങ്കിൽ ഇരുട്ട് ആ കയറിനെ മറച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ കാണുക? ആ കയറിൻ്റെ ആകൃതിയോട് സമാനമായിട്ടുള്ള പലതും നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ്? പാമ്പിൻ്റെ ആകൃതിയാണ് കയറിന്, അല്ലേ? അപ്പോൾ പാമ്പിനെ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചമില്ലാത്ത ആ സമയത്ത് പെട്ടെന്ന് കയറ് കണ്ടാൽ, വളഞ്ഞു കിടക്കുന്ന ആ കയറിനെ കണ്ടാൽ നമ്മുടെ ഉള്ളിലുള്ള പാമ്പിനെ എടുത്ത് കയറിൻ്റെ മുകളിലിടും. നമ്മുടെ ഉള്ളിലാണ് പാമ്പ്, കയറവിടെ നിരുപദ്രവകാരിയായിട്ട് മിണ്ടാതെ കിടക്കുക. ആ കയറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള പാമ്പിനെ എടുത്ത് ഇമ്പോസ് ചെയ്യും, വിക്ഷേപിക്കും. ഇതിനാണ് വിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ട് കയറിനെ ആവരണം ചെയ്തപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സ് പ്രൊജക്റ്റ് ചെയ്തു, വിക്ഷേപിച്ചു. എന്തിനെ? ഒരു പാമ്പിനെ. വാസ്തവത്തിൽ കയറൊരിക്കലും പാമ്പായിട്ടില്ല, നമ്മുടെ മനസ്സ് പാമ്പിനെ ആരോപിച്ചു അതിൽ. അതിനാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ആ വിക്ഷേപത്തിൻ്റെ പേരാണ് ഇവിടെ മിഥ്യാഗ്രഹം എന്ന്. തെറ്റിദ്ധാരണ, സത്യം അറിയാത്തത് കൊണ്ട് വേറെ പലതും ധരിക്കുക. അപ്പം നമ്മളെ അറിയാത്തത് കൊണ്ട് ഈ ദേഹമാണ് ഞാൻ എന്ന് ധരിച്ചു. എനിക്ക് എൻ്റെ സ്വരൂപം അറിയാത്തത് കൊണ്ട്, ഞാൻ ആരെന്ന് അറിയാത്തത് കൊണ്ട് ഈ ദേഹമാണെന്നുള്ള മിഥ്യാഗ്രഹമുണ്ടായി. അതാണ് ദേഹോഹം എന്ന് കൺക്ലൂഡ് ചെയ്തു. ആത്മാഹം ബ്രഹ്മാഹം എന്നാരും പറഞ്ഞു തരാനുണ്ടായില്ല, നേരത്തെ പഠിച്ചില്ല. അഹം ബ്രഹ്മാസ്മി, ആത്മാഹം എന്നൊന്നും പഠിച്ചില്ല. അപ്പൊ എന്ത് കൺക്ലൂഡ് ചെയ്തു? ദേഹോഹം. ഈ ദേഹോഹം എന്നുള്ള ബുദ്ധിയാണ് മിഥ്യാഗ്രഹം. മിഥ്യാഗ്രഹം ഉണ്ടായ ഈ ദേഹത്തിൽ ഞാനെന്ന ബോധം ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിലും സത്യത്വ ബുദ്ധി ഉണ്ടാവും. ഈ പ്രപഞ്ചവും സത്യമാണ് എന്നുള്ള ബോധം. അങ്ങനെ ഈ ദേഹം ഞാനെന്നുള്ള ആ ബുദ്ധി അസ്മിമതിക്ക് കാരണമാവും. അസ്മി എന്ന് പറഞ്ഞാൽ ആകുന്നു, ഞാൻ ഇന്നാളാകുന്നു, ഞാൻ ഇന്നാളാകുന്നു, ഞാൻ ഇന്നാളാകുന്നു എന്നുള്ള അഹംഭാവം, അഹങ്കാരം, അഭിമാനം. ഇതിനാണ് അസ്മിമതി എന്ന് പറയുന്നത്. അഹം അസ്മി, ഞാൻ ഇന്നാളുടെ പുത്രനാകുന്നു, ഞാൻ ഇന്നാളുടെ സഹോദരനാകുന്നു, ഇന്നാളുടെ ഭർത്താവാകുന്നു, ഇന്നാളുടെ ഭാര്യയാകുന്നു എന്ന് സ്വയം അങ്ങോട്ട് മറ്റൊരു ആരോപണം കൂടി. ഞാൻ ദേഹമാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഈ ദേഹത്തോട് ബന്ധപ്പെട്ടവരോടൊക്കെ ഞാൻ ഇന്നാളാകുന്നു എന്നുള്ള അഭിമാനവും വന്നു. അതിനാണ് അഹങ്കാരം, അഭിമാനം എന്നൊക്കെ പറയുന്നത്. അതാണ് അസ്മിമതി. അസ്മിമതി ഉണ്ടായാലോ, അഹംബുദ്ധി ഉണ്ടായാലോ പിന്നെ രാഗം. രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് രഞ്ജന കൊടുക്കുന്ന വസ്തുക്കളോടൊക്കെയുള്ള ഒരു മമത. എനിക്ക് സുഖം തരുന്ന, എനിക്ക് അനുകൂലമായി നിൽക്കുന്ന വസ്തുക്കൾ, ആളുകൾ, പശ്ചാത്തലങ്ങൾ, പരിതസ്ഥിതികൾ, അതിനോടൊക്കെ ഒരു ഒട്ടൽ.
ഇതെനിക്ക് കൊള്ളാം, ഇതെനിക്ക് സുഖം തരുന്നു, ഇതെനിക്ക് അനുകൂലം, ഇതെനിക്ക് പ്രിയം എന്നിങ്ങനെ പലതും നമുക്ക് സുഖമായി അനുഭവപ്പെടുന്നതിനോടൊക്കെ ആ ഒരു മമതയുണ്ടാകുന്നു. അതിൻ്റെ പേരാണ് രാഗം. പിന്നെ ആ രാഗത്തിന് ആരെങ്കിലും തടസ്സം നിന്നാൽ ഉണ്ടാകുന്നതാണ് കോപം. അതിനാണ് ഇവിടെ വികോപം എന്ന് പറഞ്ഞത്. വികോപം, ക്രോധം എന്നൊക്കെ പറയാം, ദ്വേഷം. അപ്പം രാഗത്തിൻ്റെ ഭംഗമുണ്ടാകുമ്പോൾ, രാഗത്തിന് ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോൾ കോപം. അങ്ങനെ കോപം. പിന്നെ അടുത്തതായിട്ട് ഭയം. ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, എന്നെ ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടതിൽ നിന്ന് അകറ്റുമോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭയം. അങ്ങനെ ഭയവും. ഇങ്ങനെ 5 ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഈ 5ൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. ഈ 5 ഇല്ലെങ്കിൽ പ്രവൃത്തിയില്ല. ഈ 5ൽ ഏതും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. അപ്പോൾ ഏത് പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ടോ, ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടോ, അതിനൊക്കെ പുറകിൽ ഈ 5ൽ ഏതെങ്കിലും ഒന്നുണ്ട്. 5ൽ ഏറ്റവും മൂലമായിട്ടുള്ളത് അജ്ഞാനമുണ്ട്. അജ്ഞാനമുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നത്. പലത് കാണുന്നത് അജ്ഞാനം കൊണ്ടാണ്. ഈ പലത് കാണുന്നത് കൊണ്ടാണ് പ്രവൃത്തി വേണ്ടി വരുന്നത്. എല്ലാം ഒന്നായി കാണുന്ന ഒരാൾക്ക് ഒരു പ്രവൃത്തിയും ഇല്ല. അപ്പോൾ ഈ തത്വമറിഞ്ഞ ജ്ഞാനികൾ എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവരെന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ല. അവർ ഈ നാനാത്വത്തിൽപ്പെട്ട് ഉഴലുന്നതായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ ഭ്രമിച്ചിരിക്കുന്ന അജ്ഞാനികളെ കരകയറ്റാൻ വേണ്ടി അവതാര പുരുഷന്മാരൊക്കെ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം പോലെയുള്ളതല്ല. നമ്മൾ സത്യമായി കരുതുന്നതൊന്നും അവർ സത്യമായി കരുതിയിട്ടല്ല. നമ്മൾക്ക് പകലായിരിക്കുന്നതൊന്നും അവർക്ക് പകലല്ല. നമ്മൾക്ക് രാത്രിയായിരിക്കുന്നതൊന്നും അവർക്ക് രാത്രിയുമല്ല. അതാണ് ഗീതയിൽ പറഞ്ഞത്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ്. അപ്പോൾ അജ്ഞാനികൾ കാണുന്നത് അജ്ഞാനികളുടെ ദർശനമല്ല. അജ്ഞാനികളുടെ ദർശനവും ജ്ഞാനികളുടെ ദർശനവും രണ്ടും 2 തലമാണ്. അപ്പം ജ്ഞാനികളായിട്ടുള്ള ശങ്കരാചാര്യരെ പോലെയുള്ളവരും ശ്രീകൃഷ്ണ ഭഗവാനുമൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവരും അജ്ഞാനികളാണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യരുത്. അവർ പ്രവർത്തിക്കുന്നത് ലോകസംഗ്രഹത്തിനായിക്കൊണ്ട്, അജ്ഞാനത്തിൽ പെട്ടുഴലുന്ന ആളുകളെ കരകയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾ ഒരു തോണി മറിഞ്ഞിട്ടോ തോണി മുങ്ങിയിട്ടോ വെള്ളത്തിൽപ്പെട്ട് മുങ്ങാൻ പോകുമ്പോൾ നല്ല നീന്തൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അവരും വെള്ളത്തിലാണിപ്പോൾ. അവർ വെള്ളത്തിൽ നീന്തുന്നതും ഈ തോണി മറിഞ്ഞ് വെള്ളത്തിൽ പോകുന്നവരും രണ്ടു കൂട്ടരും വെള്ളത്തിലായതുകൊണ്ട് 2 കൂട്ടരും ഒരുപോലെയാണെന്ന് പറയാൻ പാടുമോ? 2 കൂട്ടരും ഒരുപോലെയാ അല്ലേ? 2 കൂട്ടരും വെള്ളത്തിലാ ആണോ? ഒരു കൂട്ടര് നല്ല നീന്തൽ വിദഗ്ധന്മാരാണ്, അവർക്ക് കരയ്ക്ക് കയറാൻ അറിയാം. അവർ ഈ മുങ്ങിപ്പൊങ്ങുന്നവരെ, നശിച്ചു പോകുന്നവരെ, മരിച്ചു പോകാൻ ഇടയുള്ളവരെ കരയ്ക്ക് കയറ്റാൻ വേണ്ടി വെള്ളത്തിലേക്ക് ബോധപൂർവം എടുത്തു ചാടിയവരാണ്. അവർ മുങ്ങില്ല. അവർക്ക് ക്ഷീണം തോന്നിയാൽ കരയ്ക്ക് കയറി വിശ്രമിക്കും. പിന്നെയും മുങ്ങും, പിന്നെയും തപ്പും, പിന്നെയും അവർ കരയ്ക്ക് കയറും. അവർ സ്വതന്ത്രരാണ് ഈ വെള്ളത്തിൽ. അവർ സ്വമേധയാ എടുത്ത് ചാടിയവരാണ്. അവരെ മുക്കിക്കൊല്ലാൻ ആർക്കും സാധിക്കില്ല. അവർ സ്വയം എടുത്ത് ചാടിയതാണ്. അതുപോലെയാണ് ഈ അവതാരമൂർത്തികൾ ഈ സംസാരമാകുന്ന വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുക. എന്തിനാ? ഇതിൽ മുങ്ങിപ്പൊങ്ങുന്നതായിട്ടുള്ള ആളുകളെ കരകയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. സാധാരണ ജീവന്മാരും ബുദ്ധജീവന്മാരും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ജ്ഞാനികൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവർ അജ്ഞാനികളാണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യരുത്. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അജ്ഞാനത്തിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് കാൽക്കുലേറ്റ് ചെയ്യരുത്. വേണ്ടാത്തടത്തേക്കൊക്കെ നിങ്ങളുടെ ബുദ്ധി പോകരുത്. ആവശ്യമില്ലാത്തതിനെയൊക്കെ അതിലേക്ക് കൂട്ടിക്കെട്ടരുത്. ഇത് നമ്മുടെ സ്വഭാവമാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉടനെ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി പിടിച്ചളയും. സെൻസ് ഉപയോഗിക്കില്ല. എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കില്ല. ഇപ്പോൾ പറഞ്ഞത് ഏത്
ഒരു സംസാരിയുടെ പ്രവൃത്തിയുടെ പുറകിൽ അയാളുടെ അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അയാളുടെ ഒന്നുകിൽ ദേഹാഭിമാനം, അതിനോടുള്ള മമത, രാഗം, അല്ലെങ്കിൽ കോപം, അല്ലെങ്കിൽ ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇയാളെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഓരോന്ന് പ്രേരിപ്പിച്ച് ഓരോന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സൃഷ്ടിയുടെ പുറകിലുള്ള പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറയുന്നത്, പുറകിലുള്ളതായിട്ടുള്ള ഘടകം. മിഥ്യാഗ്രഹാസ്മിമതിരാഗ വികോപഭീതി. ഇങ്ങനെ പഞ്ചവിധങ്ങളായ അജ്ഞാനവൃത്തിയാണ് ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ചത്. ഇവിടുന്നാണ് പിന്നെ സൃഷ്ടി ആരംഭിക്കുന്നത്. ഇതുള്ളപ്പോഴേ സൃഷ്ടിയുള്ളൂ എന്ന് പറയാം അല്ലേ? ഏത് നാടകവും തുടങ്ങണമെങ്കിൽ ഇരുട്ടാവണം എന്ന് പറയാം. സിനിമ തുടങ്ങണമെങ്കിൽ സിനിമാ തിയേറ്റർ ഇരുട്ടാവണം എന്ന് പറയാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്താലേ സിനിമ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെളിച്ചത്തിൽ നമുക്ക് സിനിമയായിട്ട് തോന്നില്ല, ഒരു ആസ്വാദനം ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക. ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ കാണുന്ന ആ ദൃശ്യങ്ങളിൽ ഭ്രമിച്ച് അത് സത്യമാണെന്നുള്ള ഭാവത്തിൽ ലയിച്ച് കണ്ണുനീരൊഴുക്കി മൂക്ക് പിഴിഞ്ഞ്, അത് 3D സിനിമയും കൂടിയാണെങ്കിൽ ബേഷായി. 3D സിനിമയൊക്കെ ആണെങ്കിൽ ആ കണ്ണടയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ 3D സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ഹീറോയും വില്ലന്മാരും തമ്മിൽ ഒരു സ്റ്റണ്ട് രംഗമൊക്കെ ഉണ്ടെങ്കിൽ സോഡാ കുപ്പിയൊക്കെ എടുത്ത് വില്ലൻ ഹീറോനെ എറിയുമ്പോൾ ആ സോഡാ കുപ്പി നേരെ നമ്മുടെ നെറ്റിയിലേക്ക് വരുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്യും. നമ്മൾ തല വേഗം വെട്ടിക്കും. അടുത്തുള്ളവനും വെട്ടിച്ചിട്ടുണ്ടാവും, 2 തലയും കൂടി ക്ലാഷ്. അല്ലെങ്കിൽ അടുത്ത കസേരയിൽ നമ്മൾ തലമുട്ടിക്കും. വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും ഉണ്ടായിരുന്നോ? ലൈറ്റ് ഇട്ടിട്ടാണ് ഈ സിനിമ നമ്മൾ കാണുന്നതെങ്കിൽ ഈ വല്ല ഭ്രമമുണ്ടോ? ഇത് വല്ല ഫീലിംഗ് ഉണ്ടോ? അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തിനാണ് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നത്? ഇതിൻ്റെ റിയാലിറ്റി നമുക്ക്, ഇത് റിയലാണ് എന്നുള്ളൊരു ഭ്രമം നമുക്ക് ഉണ്ടാക്കാൻ. നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഈ 3Dയിലൊക്കെ. ഇതിങ്ങനെ ആയുധങ്ങളൊക്കെ വെടിവെക്കുന്ന ബുള്ളറ്റ് നേരെ നമ്മുടെ നെറ്റിയിൽ കൊള്ളുന്നത് ഒന്നും ഭ്രൂമധ്യത്തിലേക്ക് വരും. എങ്ങനെയെങ്കിലും നമ്മൾ തല വെട്ടിച്ചിരിക്കും. അതെവിടെയാണ് കൊള്ളുക എന്നുള്ളത് അറിയില്ല, നമുക്ക് ബോധമില്ല. അപ്പോൾ നമ്മൾ മറന്നിരിക്കുക. അപ്പോൾ നമ്മളെ ഭ്രമിപ്പിച്ചുവോ ഈ ഇരുട്ട്? അപ്പോൾ ഇതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമുണ്ടാകുന്നത് അജ്ഞാനവൃത്തികളാണെന്ന് ഭാഗവതം പറഞ്ഞത് തന്നെ മേൽപ്പത്തൂരും പറയുന്നത്. മിഥ്യാഗ്രഹ അസ്മിമതി രാഗ വികോപഭീതി ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ വിശുദ്ധ്യൈ ത്വദീയ ചരണസ്മരണം തേനേ. ഇപ്പൊ തൻ്റെ ആദ്യത്തെ സൃഷ്ടി വർദ്ധിച്ച തമോ ഗുണമുള്ളതായിട്ടുള്ള വസ്തുക്കളായിപ്പോയി. അതാണ് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ. ഉദ്ദാമ താമസം എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ വർദ്ധിച്ചത് എന്നർത്ഥമാണ്. ഉദ്ദാമം, ദാമം എന്നാൽ കയറാണ്. കയറുകൊണ്ട് ബന്ധിക്കുന്നത് ദമിക്കുക എന്ന് പറയും. ഇവിടെ ദമമില്ലാത്തത്, അടക്കമില്ലാത്തത്, വർദ്ധിച്ചത് എന്ത്? താമസ പദാർത്ഥങ്ങൾ. അപ്പൊ തമോ ഗുണം വർദ്ധിച്ചതായിട്ടുള്ള ഈ സൃഷ്ടി വിധാനം ചെയ്ത് ദൂനഃ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായിട്ട്, പശ്ചാത്തപിക്കുന്നവനായിട്ട്. ആര്? ബ്രഹ്മദേവൻ. അയ്യോ, കൈ അബദ്ധം പറ്റി, ഗണപതിക്ക് വെച്ചത് തന്നെ പഴച്ചു എന്ന് ബ്രഹ്മദേവന് മനസ്സിലായിട്ട് വിശുദ്ധിയായി അദ്ദേഹം ആ അജ്ഞാനം നീങ്ങി തൻ്റെ ശുദ്ധി വരാനായിക്കൊണ്ട് ത്വദീയ ചരണസ്മരണം തേനേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളുടെ സ്മരണത്തെ തന്നെ ചെയ്തു. വീണ്ടും ഭഗവാനെ ധ്യാനിച്ചു എന്നർത്ഥം. അപ്പൊ ഈ അജ്ഞാന സൃഷ്ടികളൊക്കെ ഉണ്ടായപ്പോൾ തമോ ഗുണം വർദ്ധിച്ചപ്പോൾ ആ ബ്രഹ്മദേവന് തന്നെ എന്താ ചെയ്യേണ്ടത്, എവിടുന്നാ തുടങ്ങേണ്ടത് ഒന്നും പിടികിട്ടിയില്ല. ആകെ പരിഭ്രമിച്ച് വശായി. തൻ്റെ എഫർട്ട് ഫലിച്ചില്ല. ഉടനെ തന്നെ വീണ്ടും അന്തർമുഖനായി ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൽ സത്വഗുണം വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സത്വഗുണത്തിൽ നിന്നാണ് 4 പേര് ഉണ്ടാകുന്നത്. അവരുടെ പേര് തന്നെ അജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്.
സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ മുതലായിട്ടുള്ള 4 മുനിമാര് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി ആദ്യം ഉണ്ടാവുന്നതിൻ്റെ കഥയാണ് അടുത്ത ശ്ലോകം പറയുന്നത്. അത് വായിച്ച് നിർത്താം. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വൽപാദഭക്തിരസികാ ജഗൃഹുർനവാണീം. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വൽപാദഭക്തിരസികാ ജഗൃഹുർനവാണീം. ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ നിന്ന് കിട്ടിയ ആ അറിവ് കൊണ്ട്, ശക്തി കൊണ്ട്, സത്വഗുണം കൊണ്ട് സനകാദികളെ സൃഷ്ടിച്ചു. അവരുടെ കഥയാണ് ചുരുക്കി പറയുന്നത് അടുത്ത ഈ വായിച്ച ശ്ലോകത്തിൽ. നാളെ കാണാം. തുടർന്ന് ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.